പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് സാദാത്യങ്ങളും ആലിമീങ്ങളും വിദേശത്തുനിന്ന് വന്ന പ്രത്യേക അതിഥികളും അതേ ളുയൂഫുൽ അറബിയ അവരും പലരും ഇവിടെ സമ്മാനിച്ച ഒരു സമ്മേളനമാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗം എന്ന നിലക്ക് ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സുന്നി യുവജന സംഘത്തിന്റെ ഈ സംസ്ഥാന സമ്മേളനം ഇത് എത്രയോ മാസം മുമ്പ് മുതൽക്ക് അതിനു വേണ്ടി അതിന്റെ സ്വാഗത സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ആദ്യ കാലഘട്ടത്തിൽ ഈ യോഗത്തിൽ തന്നെ ഞാൻ വരണമെന്ന് ഉദ്ദേശിച്ചതുമല്ല. യഥാർത്ഥം അങ്ങനെയാണ്. കാരണം ആരോഗ്യക്കുറവുകൊണ്ട് മറ്റൊന്നുമല്ല. പിന്നീടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് നിർബന്ധിതനായി യോഗത്തേക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പോഴേ പറയേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഈ അവസരത്തിൽ എനിക്ക് നമ്മളോട് ഒട്ടാകെ പറയാനുള്ളത് ഉസീക്കും ഇബാദല്ലാഹി വനഫ്സി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. നിങ്ങളോടും ആദ്യമായി എന്റെ നഫ്സിനോടും അല്ലാഹുവിന്റെ തഖ്വ കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. മാനവ സമുദായത്തെ അവരെ യഥാർത്ഥ മനുഷ്യന്മാരായി ആക്കിത്തീർക്കുവാൻ, അത് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നടക്കുന്നവരാക്കി തീർക്കാൻ 1,24,000 അമ്പിയാക്കളെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചു. അല്ലെങ്കിൽ 1,25,000 അല്ലെങ്കിൽ 2,25,000 എത്രയെങ്കിലും ആവട്ടെ. അവരെല്ലാം കൊണ്ടുവന്ന ആവശ്യം എന്ത്? അള്ളാഹുവിന്റെ ദീനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടുവരിക. അതവർക്ക് പഠിപ്പിച്ച് പരിജ്ഞാനപ്പെടുത്തി പരിശുദ്ധ ആത്മാക്കളാക്കി മാറ്റുക. ഇതാണ് ഈ അമ്പിയാക്കൾ ചെയ്തത്. അല്ലേ? ശരീഅത്ത് സംരക്ഷണം അല്ലെങ്കിൽ ശരീഅത്ത് ദീന് മില്ലത്ത് എന്നെല്ലാം പറഞ്ഞാൽ സാധനം ഒന്നാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീൻ ഒന്ന് മാത്രമാണ്. ഈ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ആ ദീൻ എന്താണത്? അമ്പിയാക്കന്മാർ നിർമ്മിച്ചതാണോ? അല്ല. വളഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ഇലൽ ഖൈരി ബിദാത്ത്. ദീനിന്റെ തൈരീഫ് സാങ്കേതികമായ അർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തഹ്ഫീൽ പറഞ്ഞു എടുത്തു നോക്കിയാൽ കാണാം. വളഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ഇലൽ ഖൈരി ബിദാത്ത്. അള്ളാഹുവിന്റെ നിയമമാണ്. ആ നിയമം എന്തിനു വെച്ചു? ബുദ്ധിയുള്ളവരെ ബിദ്അത്ത് ഖൈറിലേക്ക് തെളിക്കുന്ന ഒരു നിയമമാണ്. ബിദ്അത്ത് ഖൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആകെ ചുരുക്കം വിശദീകരിക്കാൻ ഒരുപാടുണ്ടെങ്കിൽ അസ്സഅദത്തുൽ അബദിയ്യ, കാലകാലമുള്ള വിജയം. ആ കാലകാലമുള്ള വിജയം ഞങ്ങൾ മരണശേഷം ഞങ്ങൾ സ്വർഗവാസികളായി തീരുക. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിച്ച് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ ഫമൻ സുഹ്ദിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഏതൊരാണ് പെണ്ണിന് നരകത്തൊട്ട് ദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടത്തപ്പെടുകയും ചെയ്തോ അവൻ പരിപൂർണ്ണ വിജയിയായി. ഈ നശ്വരമായ ദുന്യാവിൽ അത് വഞ്ചക ചരക്കൊടിയല്ല, അതിൽ പലരും പെട്ടുപോകും എന്ന് അല്ലാഹു ഞങ്ങളെ മുന്നറിയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ദീന് ഇവിടെ നിലനിൽക്കണ്ടയോ? അത് അമ്പിയാക്കളുടെ ശേഷവും ഇവിടെ വേണമല്ലോ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖോടുകൂടെ അമ്പിയാക്കന്മാരുടെ പരമ്പര അവസാനിച്ചു. ലാ നബിയ്യ ബഅദി ഖാല റസൂലുള്ളാഹി. എന്റെ ശേഷം ഇന്നിവിടെ പ്രവാചകൻ വരാനില്ല. അഥവാ ഈസാ നബി അലൈഹിസ്സലാം അവസാനം വരുന്നുവെങ്കിൽ ഹക്കമൻ അദ്ന, ഒരു ഈസാ നബി എന്ന നിലക്ക് അല്ല ഇവിടെ വരുന്നത്. നബിന്റെ ഒരു ഉമ്മത്തൊന്നോണം മാത്രമേ താൻ വെറുതുള്ളൂ.
സഹോദരങ്ങളെ, അപ്പോൾ നബിന്റെ ശേഷം ഈ ജനങ്ങളെ വെറും ഈ ഗ്രന്ഥങ്ങളെ കൊണ്ട് നോക്കിങ്ങ് പഠിച്ചാൽ മതിയാകുമോ? പോരാ. അവരെ നന്നാക്കാൻ ഇവിടെ ആളുകൾ വേണം. അതേത് നിരക്കുള്ള ആളുകൾ വേണം, അതേത് നിരക്കുള്ളവരാവണം. അതേ ആ അമ്പിയാക്കളുടെ സ്വഭാവത്തിൽ നിലകൊള്ളുന്ന വിലമാവുൽ ആഖിറത്ത് വേണം. അതേ ആരിഫീങ്ങളും കുത്തുബീങ്ങളും ഓസീങ്ങളും സിദ്ദീഖീങ്ങൾ തുടങ്ങിയുള്ള മഹാന്മാരാണ്. അങ്ങനെയുള്ള മഹാന്മാരെ കൊണ്ട് ഈ ലോകത്തിൽ ജനങ്ങളെ നന്നാക്കാൻ കഴിയൂ. അപ്പോൾ ഞങ്ങളുടെ ആ വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം പരിപൂർണമായ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് എല്ലാ കുട്ടികൾക്ക് വരെയും അറിയാം. എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ആ സുന്നത്ത് ജമാഅത്തുകാര്. അത് തന്നെ തെളിവാണ്. സുന്നത്ത് ജമാഅത്താണ് ഹക്കായ അടിസ്ഥാനപരമായ സാധനം, അതാണ് എന്നതിന്റെ തെളിവാണ്. എന്നാൽ ആ സുന്നത്ത് ജമാഅത്ത് ഏതായി? സുന്നത്ത് റസൂലുള്ളാഹി വ ജമാഅത്ത് സ്വഹാബ. വിശ്വാസപരമായി അത് ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ് വന്നു കഴിഞ്ഞു. എന്തിന്റെ മേൽ? വിശ്വാസപരമായി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അബു മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വഴിയായിട്ട് വന്ന അഖീദകൾ കർമ്മപരമായ സംഗതികളാണെങ്കിൽ നാലാലൊരു മദ്ഹബ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ നുഅ്മാനുൽ കുഫി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇമാം ദാരുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ നാലാറ് ഇമാമിന്റെ മദ്ഹബുകൾ സ്വീകരിച്ചുകൊണ്ടും മേൽപ്പറഞ്ഞ രണ്ടാളുടെ വിദഗ്ധ അഖീദകൾ അനുസരിച്ചുകൊണ്ടും ഇവിടെ നടക്കുന്നത് മാത്രമേ ദീനാവുകയുള്ളൂ. അതാണ് സുന്നത്ത് ജമാഅത്ത്. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع سبيل غير المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അല്ലാഹു പറഞ്ഞു. സന്മാർഗം എന്നതാണെന്ന് പരിപൂർണമായി ഇവിടെ വെളിവായി കഴിഞ്ഞതിന് ശേഷം, ഹിദായത്ത് എന്ത് എന്നവിടെ പൂർണ്ണമായി വെളിവായി കഴിഞ്ഞതിന് ശേഷം, മുസ്ലിമീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റു മാർഗത്തോട് ആര് പിൻപറ്റിയോ അവരെ ആ വഴിയിലേക്ക് ഞങ്ങൾ അങ്ങ് തിരിച്ചുവിടും. അവസാനം അവൻ നരകത്തിൽ പോയി കടവും. അതാണ് അവന്റെ പാർക്കണം. അപ്പോൾ ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ് അതാണ് ഈ കർമ്മപരമായി നാലാലൊരു മദ്ഹബും വിശ്വാസപരമായി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു അവർ കൊണ്ടുവന്ന്, അത് ഒരു കൊണ്ടുവന്നല്ല, അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത്, സഹാബത്ത് താബീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് പരമ്പരാഗതമായി ഇന്നേ വരെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. ഇതേ ആചാരത്തിലും വിശ്വാസത്തിലും ആയിരുന്നു മലബാറിൽ. അതായത് കേരളം എന്ന് പറഞ്ഞാൽ മലബാർ നമ്മൾ ഇപ്പോഴത്തെ കണക്കൂട്ടിയ കേരളമൊന്നുമല്ല. മലബാർ എന്ന് പറഞ്ഞാൽ അത് വലിയ നാടാണ്. യാഖൂത്തുൽ ഹംദിയുടെ മുഅ്ജമുൽ ബുൽദാൻ എന്ന ഗ്രന്ഥ കിതാബിൽ പറയുന്നു, മലബാർ യഖ്രീമുൻ കബീറുൻ യസ്തമിറു അലാ മുതനിൻ കസീറ മിൻഹാ ഫാക്കലു വമൻജറു വദർശൽ വയത്തസിലു അമലു ബിഅമായി മുൽത്താൻ എന്ന് തുടങ്ങി അങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര വരെ പറഞ്ഞു, വമിൻഹാ യുജ്ദഫുൽ ഫുൽഫുലു ഇലാ ജമീഇദ് ദുനിയ. മംഗലാപവും അതിന്റെ അപ്പുറവുമുള്ളതെല്ലാം തന്നെ മലബാറിൽ പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മലബാറിൽ ഇവിടെ 921 മുമ്പ് ശപിക്കപ്പെട്ട മലബാറിലാണ് വരുന്നതിന് മുമ്പ് ആ ഒരൊറ്റ വിശ്വാസത്തെ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. മലബാറിലാകയുടെ ശേഷം ഇവിടെ ഉള്ള വഹാബികൾ, അതായത് അന്ന് ഐക്യസംഘം എന്ന പേരിലായിരുന്നു, പുതിയ പ്രസ്ഥാനവുമായി പുറത്തു വന്നപ്പോഴാണ് 925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന ഇവിടെ ഉണ്ടായി. ആ കാലത്തുള്ള സാദാത്യങ്ങളും മഹാന്മാരായ
അരിമീങ്ങളും ഉണ്ടാക്കിയ സംഘടനയാണ്. അതിന്റെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും പലപ്പോഴും പല വാർഷിക യോഗങ്ങളിലും അടുത്ത് കഴിഞ്ഞതായിരിക്കുന്ന 60ാം വാർഷികവും സമസ്തന്റെ അതിലും അത് മുഴുവനും പ്രഖ്യാപിക്കുകയും അടിച്ചു വിതരണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങളുമുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശാദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അത് വ്യതിചലിച്ചു പോയാൽ പിന്നെന്താകും? അത് പോയിട്ട് ലാസ്റ്റിൽ ആ നരകത്തിലേക്ക് പോകുന്ന പാർട്ടിയിലേക്ക് പോകേണ്ടി വരും. എന്റെ ഉമ്മത്തികൾ പല പാർട്ടികളായി പിരിയും. تفرقت بنو إسرائيل على 72 فرقة وتفترق أمتي على 73 فرقة كلهم في النار إلا واحدة هي ما أنا عليه وأصحابي. ബനൂ ഇസ്രായേൽ 22 പാർട്ടിയായി പിരിഞ്ഞു. എന്റെ ഉമ്മത്തികൾ 23 പാർട്ടിയായിട്ട് പിന്നീട് പിരിയും. ആ 23 പാർട്ടിയിൽ നിന്ന് ഒരൊറ്റൊന്നല്ലാത്ത മുഴുവനും നരകത്തിലേക്കാണ്. ആ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത്. അതാരാണ് ആ പാർട്ടി? ഞാനും എന്റെ അസ്ഹാബിമാരും ഏത് മുന്നേരാണോ അതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. പ്രധാനമായും ആലിമീങ്ങളും മുത്തലിമീങ്ങളും മുതജ്ജിസീങ്ങളും സാധാരണക്കാരും മുതലാളിയും തൊഴിലാളിയും എല്ലാ ആളുകളുമുണ്ട്. നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ വിശ്വാസം അത് രക്ഷപ്പെട്ട് കിട്ടണം. ഞങ്ങളെ ഈമാനിനെ കവർന്നു കൊണ്ടുപോകുവാൻ അകത്തും പുറത്തും ശത്രുക്കളുണ്ട് കേട്ടോ. ഞങ്ങളുടെ എന്നേക്കുമുള്ള ഒരു ശത്രു പുറത്ത് എപ്പോഴും നിൽക്കുന്നുണ്ട്. അതായത് ഇബ്ലീസുൽ ലഈൻ. ആ ഇബ്ലീസുൽ ലഈൻ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും പിളർപ്പും ഉണ്ടാക്കാൻ നോക്കും. പിന്നെ അവൻ അടങ്ങി നിൽക്കാൻ കഴിയും. അത് ഞങ്ങൾ സൂക്ഷിക്കണം. എന്നാൽ ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും നിങ്ങൾ കേട്ടല്ലോ പല സംഗതികളും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗത പ്രാസംഗ്യൻ PSK തങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ എന്തുമെന്ന് ഒരുമിച്ചുകൂടി ഞങ്ങളുടെ വിശ്വാസം അതേ ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, ആ ആചാരം അത് ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾ അത് മുറുകെ പിടിക്കും. ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈമാൻ ഉറപ്പത് വേണം. എന്ത് സംഭവിച്ചാൽ ഒരു മനുഷ്യനോട് സംഭവിക്കുന്ന ലാസ്റ്റ് എന്താ? അൽ മൗത്ത്, മരിച്ചുകൂട. അതിനപ്പുറം വേറൊന്നും വരുമല്ലോ. മരിക്കുമ്പോൾ ആ മോമിനായി മരിച്ചു കിട്ടണം. അതിന്റെ ഇപ്പുറം എന്തെല്ലാം അത് എല്ലാം തന്നെ നല്ലവർക്കുള്ളതാണ്. നല്ല കൂട്ടർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും. അശദ്ദുക്കും ബലാൻ അൽ അംബിയാഉ വൽ ഔലിയാഉ തുമ്മല്ലം ഫൽഫല്ലം ഫൽഖാല റസൂലുള്ളാഹി. നിങ്ങളുടെ കൂട്ടത്തിൽ ബലാൽ മുസീബത്ത് കൊണ്ട് ഏറ്റവും കഠിനമായത് അമ്പിയാക്കളാണ്. അവരെ കളിച്ചാൽ ഔലിയാക്കളാണ്. അവരെ കളിച്ചാൽ അവരോടെടുത്ത സാരികളാ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടാതെ കാലം തെളിഞ്ഞിട്ട് ഞങ്ങൾക്ക് നന്നാകാൻ കഴിയില്ല. എല്ലാം സുരക്ഷിതമായി നമ്മൾ എവിടെയും കുടുങ്ങരുത്. എല്ലാവരും നല്ലതാകണം എന്ന് വിചാരിച്ചാൽ സാധ്യമാണ് കാര്യമല്ല. പിന്നെ ഹത്തായ സംഗതികൾ അതിൽ നമ്മൾ ഉറച്ചു നിന്നുകൊള്ളണം. ഞങ്ങളുടെ മഹാന്മാരെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ, ഞങ്ങളുടെ മുൻഗാമികളെ അവരെ ഞങ്ങൾക്ക് എന്ത് പഠിപ്പിച്ചു, എന്ത് പരിചയിപ്പിച്ചു, അതാണ് ഞങ്ങൾ ഇന്ന് ചെയ്തു പോരുന്നത്. വേറെ യാതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. സുന്നീവര സംഘം അതിന്റെ മേൽഘടകത്തോട് സമ്മതം ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ സംഗതി നിങ്ങൾക്കറിയാം. എത്രയോ മുമ്പ് തുടങ്ങിയിട്ട് ഒരു ഏർപ്പാട് അറിയിച്ചിട്ട് പിന്നെ അത് തൽക്കാലത്തേക്കെത്തുന്ന അവസരം അത് കോലാഹലപ്പെടുത്താൻ ഒരുമ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി എത്ര കണ്ടുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ. ഇങ്ങനെ പൊട്ടാതെയും പൊളിയാതെയും ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് തീർക്കാൻ വേണ്ടി ഇന്നും ഇന്നലെയും ഒരുങ്ങിയതല്ല ഈ എളിയവനായ ഞാൻ. പല അവസരങ്ങളിലും ഇതിനെ മെനക്കെട്ടിട്ടുണ്ട്.
ഒടുവിൽ എന്തിനു പറയുന്നു? ഇപ്പോൾ ഈ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം, മനുഷ്യന്മാരായ ഞങ്ങൾ ഇത് തന്നെയാണ് തെറ്റുവരിക. ഞങ്ങൾ ആരെയും തള്ളിപ്പറയണം, ഞങ്ങൾ ആരെയും പൊരുത്തക്കെടന്ന് ഞങ്ങൾ പോകുന്നില്ല. അവരെല്ലാം അവർക്ക് നല്ല ബുദ്ധി അല്ലാഹു തോന്നിപ്പിക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് 35 കൊല്ലത്തോളം പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടനയാണിത്. അതിൽ ആരെങ്കിലും ഒരു വ്യക്തി, 2 വ്യക്തി, അല്ലെ 10 വ്യക്തി ഓരോട് വെറുപ്പുണ്ടെങ്കിൽ സംഘടനയോ ആ പ്രസ്ഥാനമോ എന്ത് തെറ്റ് ചെയ്തു അവരോടും ഉണ്ടാകാൻ കാരണം വേണമെങ്കിൽ, ഇല്ലാതെ വെറുതെ വെറുപ്പ് എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പോ കണ്ണ് വെച്ചുകൊണ്ട് ഹക്കലിനെതിരായി കൊണ്ട് തുടർന്നു പോകാൻ സാധ്യമല്ലാത്ത നിലവാരം വരുമ്പോൾ ഞങ്ങൾ ഹക്കൽ അടിയുറച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ വിശ്വാസാധാരത്തിൽ അടിയുറച്ചു നിന്ന് ഏത് പ്രലോഭനങ്ങളെയും ഞങ്ങൾ വകവെക്കാതെ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമ പാലിച്ചു കൊള്ളണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു സാബിരീങ്ങളോട് കൂടെയാ. അപ്പോൾ ആ ക്ഷമ പാലിക്കുന്നവർ ഞങ്ങളാവണം. ഞങ്ങൾ ഞങ്ങളുടെ ആദർശം ഒരു നിലക്കും മതന്തയത്തു നിന്ന് വിറ്റുകളിക്കാൻ പോകരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഉള്ള സംഗതികളൊക്കെ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തമ്മലല്ലാഹു ഉംറഹു വനഫഅനാ ബിഹി സമസ്ത കേരള ജമിയത്തുലമയുടെ ഇന്ന് ഹയാത്തുള്ള പ്രസിഡന്റ് മൂപ്പരാണെന്ന് മാത്രമല്ല എന്റെ പ്രധാനപ്പെട്ട ഉസ്താദും അവരാണ്. തന്നെയുമല്ല വളരെയധികം ഞാനുമായി ബന്ധമുള്ളതായ മഹാനാണവർ. നമ്മളുമായി ആ ശിഷ്യത്വം സ്വീകരിച്ചത് മുതൽ എപ്പോഴും ഏത് സ്ഥലത്ത് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ആ ആത്മാർത്ഥമായ സ്നേഹവും ആകും ഞങ്ങൾ അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിലവാരം. കഴിഞ്ഞ സമസ്ത മുശാവറ കഴിഞ്ഞതിൽ ശേഷം അത് നടന്നൊക്കെ നടന്നു. കാലമാക്കാനാണെന്ന് പറഞ്ഞു വരെ എന്തെങ്കിലുമായിട്ട് ഞാൻ പറയില്ല. അതിനുശേഷം അപ്പോൾ തന്നെ ഞാനും എന്റെ സ്നേഹിതനായിരിക്കുന്ന അഹമ്മദ് മുസ്ലിയാരും കൂടി കന്യത്തിന്റെ അടുത്ത് പോയിട്ട് മൂപ്പരോട് പറഞ്ഞു, എറണാകുളത്ത് സമ്മേളനത്തിന് അപ്പം ഞാൻ എറണാകുളത്ത് പോകാൻ പാടില്ല എന്ന് മകനാണ്. ഞാൻ പറഞ്ഞോ മൂപ്പര എറണാകുളത്തേക്ക് കൊണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ കക്ഷിയെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത്, ഇവിടെ കൊണ്ട് എന്ന് ഞാൻ കൊടുത്ത് ധാരിപ്പിക്കേണ്ടതാ, സമ്മതം വാങ്ങേണ്ടതാണ്. അങ്ങനെ പണ്ടും ഞാൻ പറയരുത് എന്നിരിക്കെ അവരെ കൂട്ടിക്കൊണ്ടാണല്ല. അങ്ങനെ താൻ നമ്മൾക്ക് എറണാകുളത്ത് യോഗത്തിന് കൊണ്ട സംഗതിന്റെയോ തങ്ങൾ പോകണം, പോയിട്ട് ഹക്ക് പറയണം. ഞാൻ ഹക്കിന്റെ എതിരുകാരെ കൂടിയാണ്, തങ്ങളും അങ്ങനെയാണ്. തങ്ങളെ ഹക്കെ പറയുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മതി, എനിക്കത് മതി, സമ്മതം കിട്ടി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് യോഗത്തിൽ കെട്ടിമറിഞ്ഞു വന്നത്. പ്രിയ സഹോദരങ്ങളെ, വാസ്തവത്തിൽ എനിക്ക് തീരെ സുഖമുണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. കാറിൽ ഇരുന്ന് കുറച്ചു നേരം ഉറങ്ങിയത് മാത്രമാണ്. ഇത് ഉള്ളാടത്തുമല്ല, അവിടെ നിന്നും എത്രയോ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് 1.5 മണിക്കാണ് പുറപ്പെടുന്നത്. അവിടെ നിന്ന് 2-3 മണിന്റെ അടുത്ത് 3 മണിന്റെ മുമ്പായിട്ട് മങ്ങാനാകം എത്തിയപ്പോൾ ഉള്ളാടത്ത് പോയി കിടന്നാൽ ഈ വണ്ടി കിട്ടൂല, 4:4 വണ്ടി. അപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ ഇവരൊക്കെ ആര് ഒരു ജൈവോ തങ്ങളും കൂടുമാറി. അതാണ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് കൂടുമാറ്റമൊന്നുമില്ല, ആരോഗ്യമുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ഭടന്മാരായ ആളുകൾക്ക് അവരെ ആ ആദർശത്തിൽ നിലകൊള്ളുന്നവരോടൊപ്പം എപ്പോഴും എന്റെ സഹായം അവർക്കുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ എനിക്കും വേണ്ടി ദുആ ചെയ്യണം. എന്റെ ശൈഖുന ബഹുമാനപ്പെട്ട കണ്ണിയത്തവർക്കും ദുആ ചെയ്യണം. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ദീനിന് സേവനം ചെയ്യാനുള്ള ആരോഗ്യവും അതിനുള്ള കരുത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇനിയും എത്രയോ കാലം ബഹുമാനപ്പെട്ട മാനവർക്ക് ഇവിടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾക്കിനി ആരുണ്ട്? ഞങ്ങളുടെ നേതാക്കളൊക്കെയും അതാ മരിച്ചു പോകുന്നു. പിന്നീട് വരുന്നതൊക്കെ ഓരോ മാതിരിയാകുന്നു. ഉഖ്റവിയായ ആലിമിയായിട്ടൊന്ന് കാണുവാൻ പലരും ഉണ്ടാകുമെങ്കിലും എത്രയോ ആളുകൾ ഈ സദസ്സിൽ തന്നെ ഉണ്ടാകും. അവരെ നമ്മൾക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ മനം കൊണ്ട് മെസ്സേജിക്കുന്നു.
ഇങ്ങനത്തെ ഒരു സമസ്ത പെരുമാറിന് വന്നുപോയല്ലോ, സമസ്തക്ക് വന്നുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും വ്യസനപ്പെട്ടുകൊണ്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. പലരും മനസ്സ് ഉരുകി നേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെ ഭിന്നിപ്പുകളും നമ്മളൊക്കെ സുന്നത്തിയമാനത്തിലാണോ അതിന്റെ പേരിൽ എല്ലാം മറപ്പും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിത്ത് തുടർന്നു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള എല്ലാ അതിന്റെ ചുറ്റുപാടിൽ അതിന്റെ എതിരിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം നല്ല ബുദ്ധി അല്ലാഹു നൽകട്ടെ. അതേ ഞാൻ പറയുന്നുള്ളൂ. അവർക്കെല്ലാം മനസ്സിലാക്കാൻ, കണ്ണു തുറക്കാൻ, ഈ ഒറ്റ യോഗം വീക്ഷിക്കാൻ ആൾ വന്നിട്ടുണ്ടാവും. അതില്ലാതിരിക്കില്ല. എന്തുവരെ നടക്കുന്നു? ഇത്രയെല്ലാം പ്രലോഭനങ്ങളും കഠിനമായതായ വിലക്കും ഉണ്ടായിട്ടും ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയാൽ അത് ചിന്തിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ലല്ലോ നമ്മളെ മക്കളും ബാക്കിയുള്ളവരൊക്കെ തന്നെ. രാഷ്ട്രീയക്കാരായാൽ അവർക്കും ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. അവർ ആലോചിക്കും. രാഷ്ട്രീയക്കാർ ആവശ്യമെന്താ? വോട്ട് ചേർത്തി കിട്ടരുത്. ഇത്ര ആളെ വോട്ട് പോയാൽ എന്താവും ഇവിടെ കഥ? ഇത്ര ആളെ വോട്ടങ്ങ് പോയാൽ എന്താവും? ഇവരാരോ ആകട്ടെ. ഇത്ര മുസ്ലിം അല്ല എന്നാ പറയുന്നത് കലകെട്ടിയൊക്കെ. അത് വഹാബി പറഞ്ഞോട്ടെ, നമ്മക്കത് പറയാൻ കഴിയില്ല. നമ്മളുടെ ശത്രുക്കൾ ആരാണ്? ഞങ്ങളുടെ ശത്രുക്കൾ ഇരികാരോ അവരോധനോ ഒന്നുമല്ല. ഞങ്ങളുടെ ശത്രുക്കൾ വഹാബി മൗദൂദി, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ പ്രബിലീഗ് ജമാഅത്ത് പുതുതായിട്ട് വന്ന്, അതുപോലെ വേറെ വല്ല സാധനം ഉണ്ടെങ്കിൽ അതൊക്കെയും ഞങ്ങളുടെ ശത്രുക്കളാണ്. അവരെ നമ്മളൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. അതേ മാത്രം ഞങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആർക്കും അതിൽ സംശയം വേണ്ട. അങ്ങനത്തെ നിങ്ങളിതിൽ കൂടിയിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചാൽ അതിന്റെ ഫലവും നിങ്ങൾ തന്നെ അത് കുടിക്കേണ്ടി വരും. വേറൊന്നും ഇവിടെ വരൂല. പ്രിയ സഹോദരങ്ങളെ, എന്ത് നടപടിയും എന്തെടുത്താലും നടപടി എടുക്കണ എവിടെ? എന്തിനാത്? ഈ സമ്മേളനത്തിന് കൂടുതലുണ്ട് അക്ബറുൽ കബായിറ, സുബൈൽ മോദിത്താത്ത. എന്താണ് ഇതിന്റെ അർത്ഥം? എന്തെങ്കിലും ഒരു സംഗതി വിലക്ക് കൽപ്പിക്കുവാൻ ശറയിൽ എന്ത് നിന്നോട് ചെയ്തു? അള്ളാഹുവിന്റെ അടുക്കലോ ജനങ്ങളെടുക്കലോ നിയമത്തിന്റെ അടുക്കലോ ഗവൺമെന്റിനോടോ എന്തെങ്കിലും ഒരു തെറ്റിയതെങ്കിലല്ലേ ഗവൺമെന്റ് ചെയ്യും. ഇപ്പൊ വേണമെങ്കിൽ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഭരിക്കുന്നത്. അവരോട് നമ്മൾ ആ ഗവൺമെന്റിനെതിരായിട്ട് നമ്മൾ ചെയ്തേ നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആരോടെ നമ്മൾ ചെയ്യുന്നത്? ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കി നിങ്ങളെ വിശ്വസിച്ചോടെന്ന് പറഞ്ഞ് പൊരുത്തും കൊടുത്ത് ആരാ ഇതിന്റെയൊക്കെ മുമ്പുള്ള ആളുകൾ? PMS പാലക്കാട്ട് PMS ബുക്കയത്തങ്ങൾ. അള്ളാഹു അവരെയും അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരും നമ്മൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ. മഹാനവറുകളാണെങ്കിലും ഹയാത്ത് കാലത്ത് മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ചോദിച്ചത് എന്നെ ചോദിച്ചു എന്ന് അവർ മരിച്ചുപോയ അഹമ്മദാജി പറഞ്ഞു. അതിന്റെ ഒരു ദിവസം ചോദിച്ച ഉടനെ ഉള്ളാരത്തുള്ള ഞാൻ എങ്ങനെയോ അവിടെ എത്തി. അത്രയല്ലേ പറയേണ്ടതുള്ളൂ. അതൊക്കെ വലിയ അതിശയമല്ലേ? ആത്മീയമായ സ്നേഹമാണത്. അവരെല്ലാം തന്നെ അങ്ങനെ നമ്മളുമായിട്ട് ബന്ധമുള്ളവരാണ്. മഹാനവറുകൾ മരിക്കുന്നതിന് മുമ്പ് അഹമ്മദാജി പറയുന്നു, രണ്ടേ രണ്ടാളെയാണ് ചോദിച്ചത്. മലേഷ്യ റഹ്മാനെ കിട്ടുമോ? അത് മൂപ്പരെ അകമഞ്ഞ് സഹായിക്കുന്നൊരു മുതലാളിയാണല്ലോ. മറ്റൊന്ന് ചോദിച്ചത് ഉള്ളാളം തങ്ങളെ കിട്ടുമോ? അപ്പം അഹമ്മദാജി പറഞ്ഞു, മലേഷ്യ റഹ്മാൻ മദ്രാസിലുണ്ടോ ഹോങ്കോങ്ങിലുണ്ടോ അത് ഫോണാക്കിയാൽ കിട്ടും. ഉള്ളാളത്തെ തങ്ങൾ എവിടുന്ന് അപ്പം കിട്ടുക? അത് ഫോണൊന്നുമില്ല. കെട്ടിക്കുളത്തും ഉള്ളാളത്തും ഫോണ് ആയിട്ടില്ല. ഏതെങ്കിലും ആട്ടെ ഉള്ളാളം ഭാഗത്തേക്ക് ഉള്ളാളത്ത് പോണെന്ന് തോന്നുന്നു, എട്ടിക്കുളത്ത് പോണില്ല. ഒന്ന് തിരിച്ചു നോക്കട്ടെ. തിരിച്ച് ഫോൺ തിരിക്കുമ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പൊ പറഞ്ഞ കഥ. അപ്പൊ അങ്ങനെ അവർക്ക് ഞങ്ങൾ ബന്ധമാണ്. ഇന്നുള്ള ശിഹാബിതങ്ങൾ അവർ നമ്മളോട് വെറുപ്പുള്ളവരാ അല്ല. എല്ലാ സാധാർത്ഥികളും അതാക്കിനെ എല്ലാവരും ബഹുമാനിക്കേണ്ടതാണ്. ഇവിടെ സുന്നി യുവന സംഘത്തിൽ കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ സാധാപ്പല്ലാതാവുമോ? എന്താ അത്? ജമാഅത്തെ ഇസ്ലാമി സാധാത്ത് മുറിഞ്ഞുപോയി എന്ന് പറയുന്ന കൂട്ടർ പറയുന്നതല്ലാതെ. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ സന്താന പരമ്പരകളാവുന്ന ഹസൻ ഹുസൈൻ അവരുടെ മക്കൾ സന്താന പരമ്പരകളായി ഖിയാമം വരെ ലാസ്റ്റിൽ ഇമാം മഹ്ദിയെ കൊണ്ട് അവസാനിക്കുന്ന ആ സിൽസിലത്തുൽ റഹബാകുന്ന പെണ്ണിന്റെ ചങ്ങല ഇവിടെ ഉണ്ട്.
തന്നെ വേണം. അവരുടെ ബർക്കത്തുകൊണ്ട് ജനങ്ങൾക്ക് രക്ഷയുണ്ട്. അഹ്ലു ബൈത്തി സഖീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അന്നത്തെ തൂഫാനിൽ രക്ഷപ്പെടാനുള്ള മാർഗം ആ കപ്പൽ കയറാനുള്ള എല്ലാ മാർഗം പറയില്ല എന്ന പോലെ ആ ദീനിൽ അടിയുറച്ച മഹാന്മാരായ സാധാത്യങ്ങൾ അല്ലാത്ത ഒരു കുറച്ച് തെറ്റും കുറ്റുമൊക്കെ ഉള്ളവരാണെങ്കിലും അവരെ ബഹുമാനിക്കാൻ കഴിയില്ല. ഞാൻ പിന്നെ പൊയ്യാനാണ്, ഒന്നും അറിയാത്തൊരു തങ്ങളാണെങ്കിൽ എനിക്ക് ആ തങ്ങളെ ബഹുമാനിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ ചെയ്യുന്നതാണെങ്കിലും അവരെ ബഹുമാനിച്ചോളൂ. കാരണം അള്ളാഹുവിന്റെ റസൂലിലേക്കാണ് നിർത്തുക. അതൊക്കെ തല്ലിപ്പറഞ്ഞാൽ അതൊക്കെ അവസാനം സൂല് ഖാത്തിമത്തിലേക്ക് പോണ പണിയാണ്. അള്ളാഹു അതിനെ തൊട്ട് കാക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കർമ്മധീരരായി യാതൊരു നിലക്കുള്ള ഒരു പേടിയും നിങ്ങൾ വെറുക്കണ്ട. നിങ്ങൾ അള്ളാന്റെ മേൽ ഏറ്റിമാത് ചെയ്തോ. ആരാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ കുറവല്ലാതെ മറ്റെന്താ നമ്മൾക്കുള്ള എല്ലാ അവസരത്തിലും വരണാതെ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ച മുഅ്മിനീങ്ങൾ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവരുടെ ഹൃദയം സമാധാനിക്കൂ. ഒരു കോടാനകോടി മുതലുള്ള ഒരു സ്വത്തുക്കാരനാണ്. എനിക്കാരെ പേടിക്കാനെന്താ? ഒരു സ്വത്തില്ലേ? എനിക്കെന്താണ് പണത്തിന്റെ മുകളിൽ പരുന്ത് പറക്കുമോ എന്ന് വിചാരിച്ചാൽ നിമിഷം കൊണ്ട് അവനെ ഉപ്പും കിടക്കത്തേക്ക് ഗതിയില്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയും. തൂത്തിൽ നിൽക്കമെന്തശാൽ ഒത്തഞ്ചിയിൽ നിൽക്കമെന്തശാൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഈ ഒരുത്തന്റെ ആരോഗ്യത്തിന്റെ മേലെ അവൻ ഏറ്റിമാത് ചെയ്തു. ആരോഗ്യം നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയില്ലേ? ജനങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ മേൽ ഏറ്റിമാത് ചെയ്തു. അത് അള്ളാഹു വിട്ടുകൊടുക്കണതാണ്. അതിനെ മറച്ച് നിന്റെ ശത്രുവാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ പ്രയാസമുണ്ടോ? അപ്പോൾ ഒറ്റൊന്നുമിലും ഏറ്റിമാത് ചെയ്യാൻ കഴിയില്ല. പിന്നെ അള്ളാഹു ഒരുവന്റെ മേൽ മാത്രമേ ഏറ്റിമാത് ചെയ്യാൻ പറ്റൂ. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുഅ്മിനീങ്ങളുടെ ഹൃദയം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ട് സമാധാനിക്കാൻ? അപ്പൊ അള്ളാന്റെ മേൽ ഏറ്റിമാത് ചെയ്ത് ഞങ്ങൾ വേറെ യാതൊന്നും ചെയ്യുന്നവർ ഞങ്ങളെ അഹങ്കാരോ ഞങ്ങളെ ഉജുബോ ഞങ്ങളെ കിബറോ ഞങ്ങളെ റിയാവോ ഇപ്പൊ ഞാൻ അങ്ങെത്തിപ്പൊഴുന്നോ അതൊന്നും പറ്റൂല കേട്ടോ. അതൊക്കെ അപകടമാണ്. അതെല്ലാം ആ കൽബിന് വരെ വരുന്ന പല ദോഷങ്ങളുമുണ്ട്. ആ വക രോഗങ്ങൾ അങ്ങ് നോക്കി നീക്കി അതിനെ ശുദ്ധിയാക്കി പരിപൂർണമാക്കി എടുക്കാനാണ് അല്ലാഹുവിന്റെ മഹാന്മാരായ മുറബ്ബിയായ മശായിഖന്മാർ. അവർക്ക് ഈ ജനങ്ങളെ നന്നാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഞാനാണ്. അത് وَإِنَّمَا الْقَوْمُ مُسَافِرُونَ لِحَضْرَةِ الْحَقِّ وَضَائِنُونَ فَاسْتَأْثَرُوا فِيهِ إِلَى دَلِيلِ لِبَاصِرٍ بِالسَّيْرِ وَالْمَقِيلِ. അതാണ് ഞാൻ പറയില്ല. അതാ തസവ്വുഫ് ഹൃദയം ശുദ്ധിയാക്കുന്ന വിഷയത്തിലേക്ക് പോയിട്ട് അതും ഞങ്ങൾ പഠിച്ചത് കൊണ്ടുവരണം. കഴിയുന്നത്ര ഞങ്ങൾ നന്നാവാൻ നോക്കണം. എല്ലാ രംഗങ്ങളിലും നന്നാവണം. വെറുതെ ഞാൻ സുന്നിയോട് സംഘത്തിന്റെ മെമ്പറല്ല, ഇത് ആളുകൾക്ക് തുല്യപ്പെട. എല്ലാ രംഗങ്ങളിലും ഞങ്ങളുടെ എല്ലാ സിറും രഹസ്യവും പരസ്യവും അറിയുന്നവർ അല്ലാഹുവാണ്. ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നിങ്ങളുടെ രൂപം കൊള്ളയോ നിങ്ങളുടെ ആകൃതി കൊള്ളയോ അല്ലാഹു നോക്കുകയില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തുണ്ട് അതിലേക്ക് അല്ലാഹു നോക്കൂ. അതുകൊണ്ട് എല്ലാ വിധത്തിലായും കൊണ്ട് എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോൽപ്പിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, താല്യമീങ്ങളെ, വലിയ ഭീഷണി വേണം. നിങ്ങൾക്ക് ഇതൊക്കെ ആര് പിണങ്ങുന്നു? എനിക്കൊക്കെ ഇതൊക്കെ വേണമെന്നല്ല. നിങ്ങൾക്കും എന്റെയും എല്ലാ റിസ്കും എല്ലാ ആളെ പണിയും എല്ലാ സംഗതിയും ഒക്കെ അള്ളാഹു കേൾക്കണം. അവരെ നമ്മൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വരാണ്? താൽക്കാലിക ബുദ്ധിമുട്ടുകൾ വരും. അതല്ല കണക്കാക്കിയത് ആര് തടുത്താലും പോവുകയുമില്ല. അതാർക്കും തടുക്കാനും കഴിയില്ല. ഞങ്ങൾ എപ്പോഴും കൊടുത്തോടുന്നില്ലേ? നീ കൊടുത്തതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ കൊടുക്കുന്നവരുമില്ല. ഈ വിശ്വാസമെല്ലാം അല്ലാഹുവിൽ പൂർണ്ണമായി ഇത്തിമാദും ഉറപ്പും ഞങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഗതിക്കുക. എന്നാലും ബുദ്ധിമുട്ട് വരാതിരിക്കൂല. ആ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ വേണം. അത് ക്ഷമിക്കണം. അതാണ് അള്ളാന്റെ മഹാന്മാരായ അമ്പിയാക്കൾ
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇനി ഞാനില്ലോ എന്ന് പറഞ്ഞ് ഓടല്ല. ഏതായാലും ഇപ്പൊ രണ്ടും കൂടി നമ്മൾ എതിരില്ലേ, അതുകൊണ്ട് ഇനി ഞാനില്ല, ഇനി ആർക്കും പൂജ്യ ആറുമുണ്ടാകണ്ട, പറ്റൂല. ഞാൻ ബാപ്പന്റെ മകൻ തന്നെയാണ്, എനിക്ക് മാറ്റമില്ല. എന്തുവരെ സംഭവിച്ചാലും ഞാൻ നബി തന്നെയാണ്, ഞാൻ ബാപ്പന്റെ മകൻ തന്നെയാണ്. അതാണ് ധീരത. ആ ധീരത ഞങ്ങൾക്ക് എപ്പോഴും വേണം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തേക്ക് ഞങ്ങൾ ജനിച്ചു. അള്ളാഹു ഞങ്ങളെ മോമിനീങ്ങളാക്കി ഇവരാക്കി മോമിനായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അതേ ശരിയായ ഇസ്ലാമാവുകയുള്ളൂ. അങ്ങനെ ഇത്രയും കാലം നിലകൊണ്ട് ഇനി അവസാനത്തെ സംഗതിയല്ല നോക്കേണ്ടത്. അത് മോശപ്പെട്ടു പോയാൽ പോയില്ലേ. എല്ലാ സംഗതിയും ഖാത്തിമത്ത് കൊണ്ടല്ലേ അതിന്റെ നിലവാരം നന്നാവുക. ആ ഖാത്തിമത്ത് നന്നാകാൻ വേണ്ടി ഞങ്ങൾ മെനക്കണം. അതുകൊണ്ട് അതേ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു പുല്ലും ഭയപ്പെടാതെ, ലാ യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിം, ഒരാക്ഷേപകന്റെ ആക്ഷേപവും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഭയപ്പെടാത്തവനാണ് ശരിയായ അള്ളാഹുവിനെ വിശ്വസിച്ച ഭൂമിയും ഉഖ്റവിയായ ഇൽമിന്റെയും ലക്ഷണം അതാണ്. വേറെ ഒന്നും കണ്ടു പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഒരുപാട് മഹാന്മാരോട് പ്രസംഗിക്കാനുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരൊറ്റ സംഗതി ഇതാണ്. നമ്മൾ ആരെയും ഗീബത്ത് പറയാൻ പോകണ്ട. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ പോണ ഓലെ അഹമ്മദ് നമുക്ക് കിട്ടിക്കോളും. ഞങ്ങൾ ആരും പറയാൻ പോണ ഗീബത്ത് പറയുന്നവര് പറഞ്ഞോട്ടെ. നിങ്ങൾ ഗീബത്ത് പറഞ്ഞാൽ അത് സുമ്മു കാത്തിലാണ്, കൊന്നുകളയുന്ന മഞ്ഞ. സാധാരണ ഗീബത്ത് പോലെയല്ല. ഇത് ഞങ്ങൾ ഓർക്കണം, സൂക്ഷിക്കണം. ഞങ്ങൾ ആരെയും ഗീബത്ത് പറയാൻ പോകണ്ട. നമ്മൾ ഞങ്ങളെ പ്രസ്ഥാനം പറയുക. ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ എതിരിലുള്ള കക്ഷികളുടെ ലക്ഷ്യങ്ങൾ അതിനെ തരിപ്പണമാക്കി അതിനോട് ജിഹാദ്, പൂർണ്ണമായ ജിഹാദിന്റെ തന്നെ വീഴുക. അപ്പൊ പല എതിർപ്പുകളും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഈ അനവലാദികളെല്ലാം കൂടിയിട്ട്, അതായത് കബിലീഗ് തുടങ്ങിയുള്ള അനവലാദികളെല്ലാം കൂടിക്കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ ഒരു തകരാറ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ. അള്ളാഹു അടുക്കെന്നെ നീക്കി തരട്ടെ. അർഹമുർറാഹിമായ തമ്പുരാനെ, ഈ സമുദ്രം പോലെയുള്ള ഈ പാരാവരം, ഈ ജനങ്ങളുടെ ഈ സമുദ്രം, ഇങ്ങനെയുള്ള ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത് വെറും ഒരു പ്രസംഗം കേൾക്കാനല്ല, വാസ്തവത്തിൽ ഞങ്ങൾ ഒരു പ്രസംഗം കേൾക്കാനല്ല. ഇനിയും എത്രയോ ആളുകൾക്ക് വരാൻ കഴിയാതെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് ഞങ്ങൾക്കറിയാം. പൈസ എല്ലാം വരാൻ കഴിയാത്തവർ അങ്ങനെയുണ്ട്. അധിക മുത്താലികളുടെ നിലവാരം അതാണ്. അങ്ങനെ പലതും സംഭവിക്കും. അവരെല്ലാവരും ആശിക്കുന്നത് പ്രധാനമായി മജ്‌ലിസിലുള്ള ദുആയാണ്. അതുകൊണ്ട് അർഹമുർറാഹിമായ തമ്പുരാനെ, ഞങ്ങളെല്ലാവരുടെയും സർവ്വദോഷങ്ങളെയും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ ഉമ്മമാപ്പന്മാര്, ഞങ്ങളുടെ ഉസ്താദന്മാര്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ, സുന്നത്ത് ജമാഅത്തിനെ സഹായിച്ചവർ, അങ്ങനെയുള്ള സർവ്വ ആളുകളുടെയും സർവ്വ ചെറുതും വലുതുമായ ദോഷങ്ങളെ ആദ്യമായി നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. നിന്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് വരുന്നതായ എല്ലാ ആഫത്തുകളെയും നീ തട്ടിത്തിരിച്ച് ദൂരമാക്കണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള ഖൈറും ബർക്കത്തും ഞങ്ങളുടെ ഏർപ്പാടുകളിലും പ്രവൃത്തികളിലും കച്ചവടങ്ങളിലും കൃഷികളിലും തോട്ടങ്ങളിലും നീ ഏറ്റി തരണേ റഹ്മാനെ. എല്ലാവിധ ആഫാത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ.